അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നാളെ നടക്കാനുള്ള താരീഖ് വിഷയത്തിൻ്റെ മോഡൽ പേപ്പറാണ്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക, അതുപോലെ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. 7ൻ്റെ ഗൈഡ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർ പ്ലേ സ്റ്റോറിൽ പോയി മദ്രസ മലയാളം എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇതിൽ ഓരോ ചാപ്റ്ററിൻ്റെയും അർത്ഥങ്ങളും മറ്റും കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ മോഡൽ പേപ്പറുകളും. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങൾ നോക്കാം. ആദ്യ പ്രവർത്തനം യോജിപ്പിക്കാം എന്നുള്ളതാണ്. 1. ഖുർആനിൻ്റെ ക്രോഡീകരണമാണ്. ഖുർആനിൻ്റെ ക്രോഡീകരണത്തിന് പറയുന്ന പേര് ജംഉൽ ഖുർആൻ. 2. ഖുർആനിൻ്റെ ആശയം മാറിപ്പോകുന്ന പിഴവാണ്. ഖുർആനിൻ്റെ ആശയം മാറിപ്പോകുന്ന പിഴവാണ് ഏത്? അല്ലഹനുൽ ജലിയു. അങ്ങോട്ട് എന്ത് ചെയ്യുക, എടുത്തെഴുതേണ്ട പ്രവർത്തനമാണ് കേട്ടോ. 3. സിഫത്ത്, ഗുന്ന എന്നിവയിലെ നിയമങ്ങളിൽ വരുന്ന പിഴവുകളാണ്. അതിനെന്താ പറയാം? അല്ലഹനുൽ ഖഫിയ്. 4. ഖിറാഅത്തിൻ്റെ ഇമാമാണ്. ഖിറാഅത്തിൻ്റെ ഇമാമാണ് ആര്? ഖാരി എന്ന് കാണാം. അവർക്കാണ് ഖാരി എന്ന് പറയാം. 5. ഇമാമിൻ്റെ ഖിറാഅത്ത് ശൈലി പ്രചരിപ്പിച്ച ശിഷ്യനാണ് ആര്? ഇതിൽ കാണാം റാവി എന്ന്. 6. അറബി അക്ഷരത്തിൻ്റെ ശബ്ദ സ്വഭാവങ്ങൾക്ക് പറയും. എന്താ പറയുക? സിഫാത്ത്. 7. ശബ്ദം പുറപ്പെടുന്ന സ്ഥലമാണ്. ശബ്ദം പുറപ്പെടുന്ന സ്ഥലം മഖ്റജ്. ഇതിലെ പ്രവർത്തനം മുഴുവനായി. ഇനി അടുത്ത പ്രവർത്തനമാണ് 2 വീതം എഴുതാം. 2 വീതം ഉദാഹരണം എഴുതി കൊടുക്കണം. ഒരു ചോദ്യത്തിന് 2 ഉദാഹരണം. ഒന്നാമത്തെ ചോദ്യം, ഖുർആൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖുർആൻ അയച്ചു കൊടുത്ത പട്ടണങ്ങൾ പാഠഭാഗത്ത് പറയുന്നുണ്ട്. അയച്ചു കൊടുത്ത പട്ടണങ്ങളാണ്: 1 മക്ക, മദീന, കൂഫ, ബസ്ര, യമൻ, ബഹ്റൈൻ. ഇതൊക്കെ അയച്ചു കൊടുത്ത പട്ടണങ്ങളാണ്. 2. അറബി അക്ഷരങ്ങളുടെ സിഫത്തുകൾ. അറബി അക്ഷരങ്ങളുടെ സിഫത്തുകളിൽ നിന്ന് 2 എണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ട്, കുറേ എണ്ണം പഠിച്ചിട്ടുണ്ട്. 1 അൽ ഹംസ്, 2 ഷിദ്ദത്ത്, 3 അൽ റിഖ്വ്, 4 അൽ ഇസ്തിഅ്ലാ, 5 ഇസ്തിഫാൽ, 6 അൽ ഇത്ബാഖ്, 7 അസ്സഫീർ, 8 അൽ ഖൽഖലത്ത്, 9 അത്തക്രീർ. ഇതിലേതെങ്കിലും 2 എഴുതി കൊടുത്താൽ മതിയാവും. ചോദ്യം 3, അൽ ഖുറാഉൽ അശറത്തു. സ്വരം കൊണ്ട് സന്തോഷ വാർത്ത 10 ഖാരികളിൽ നിന്ന് ഏതെങ്കിലും 2 ഖാരി. ആരെങ്കിലും? 1 ഇമാം നാഫിഉൽ മദനി, മറ്റൊന്നോ ഇമാം അബ്ദുല്ലാഹി ഇബ്നു കസീർ മക്കി, മറ്റൊന്ന് ഇമാം അബു അംറിൽ ബസരി, മറ്റൊന്ന് ഇമാം അബ്ദുല്ലാഹി ഇബ്നു ആമിർ ഷാമി, മറ്റൊന്ന് ഇമാം ആസിമുൽ കൂഫി, ഇമാം ഹംസത്തുൽ കൂഫി, ഇമാം കിസാഇൽ കൂഫി, ഇമാം
അബു ജഅഫർ അൽ മദനി, ഇമാം യാക്കൂബ് അൽ ഹളറമി, ഇമാം ഖലഫുൽ കൂഫി. ഇവരിൽ നിന്ന് ഏതെങ്കിലും 2 പേര് മാത്രം. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. ഉത്തരം എഴുതാം എന്നുള്ളതാണ്. 1. ഖുർആൻ മനഃപ്പാഠമാക്കിയ നിരവധി സ്വഹാബികൾ രക്തസാക്ഷികളായ യുദ്ധം ഏതാണ്? ഏത് യുദ്ധത്തിലാണ്? യമാമ യുദ്ധം അല്ലേ? അതിലാണ് കുറേ സ്വഹാബികൾ രക്തസാക്ഷികളായത്. ഖുർആൻ മനഃപ്പാഠമുള്ള കുറേ സ്വഹാബികൾ. 2. ഇന്ന് ലോകത്ത് പ്രചാരത്തിലുള്ള മുസ്ഹഫുകൾ ഏതിൻ്റെ മാതൃകയിലാണ് തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്? ഏതിൻ്റെ മാതൃകയിലാണ്? മുസ്ഹഫ് ഉസ്മാനി. ചോദ്യം 3. ഖുർആൻ ആദ്യമായി ഗ്രന്ഥരൂപത്തിൽ ശേഖരിച്ചത് ആരുടെ കാലത്താണ്? ആദ്യമായിട്ട് ഖുർആൻ ഒരു ഗ്രന്ഥരൂപത്തിൽ ശേഖരിച്ചത് ആരുടെ കാലത്താണ്? 1-ാം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ്. 4. ലഹന് 2 വിധം ഏതെല്ലാം? 2 വിധമുണ്ട്. 1 ലഹന് ജലിയും, 2 ലഹന് ഖഫിയും. ഇനി 5. ഒരക്ഷരത്തിന് ഉണ്ടാകാവുന്ന കൂടിയ സിഫത്തുകൾ എത്രയാണ്? ഒരക്ഷരത്തിന് 1-ലധികം സിഫത്തുകൾ ഉണ്ടാകും. എന്നാൽ 5-ൽ കുറവുള്ളതോ 7-ൽ കൂടുതലുള്ളതോ സിഫത്തുകളോ ഉണ്ടാവില്ല. ഇനി അടുത്ത പ്രവർത്തനം വ്യക്തമാക്കാം. 1. ഷെയ്ഖുൽ ഖുറാഇ എന്ന പേര് അറിയപ്പെടുന്നത് ആരെയാണ് ഷെയ്ഖുൽ ഖുറാ എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഇമാം ആസിം. ചോദ്യം 2. ഇമാം ആസിം ഖുർആൻ പഠിച്ചത് ആരിൽ നിന്നാണ്? അബു അബ്ദുറഹ്മാൻ ഹബീബി സുലമി എന്നിവരിൽ നിന്നാണ്. 3. ഖുർആൻ ക്രോഡീകരണത്തിന് നേതൃത്വം നൽകിയ സ്വഹാബി ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എഴുത്തുകാരൻ കൂടിയായ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ചോദ്യം 4. ലഹന് എന്നതിൻ്റെ അർത്ഥം എന്ത്? ലഹന് എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുർആൻ പാരായണത്തിൽ സംഭവിക്കുന്ന പിഴവ് അല്ലെങ്കിൽ തെറ്റ് എന്നുള്ള അർത്ഥമാണ്. 5. സിഫത്ത് എന്നാൽ എന്താണ്? അക്ഷരങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന അവയുടെ ശബ്ദ സ്വഭാവങ്ങൾക്കാണ് സിഫത്ത് എന്ന് പറയുന്നത്. ഇനി അവസാന പ്രവർത്തനമാണ്. ഹഫ്സ റളിയല്ലാഹു അൻഹുവിൻ്റെ സനദ് പൂർത്തിയാക്കാം. ആദ്യത്തത് ഹഫ്സ റളിയല്ലാഹു അൻഹു, ശേഷം സയ്യിദിന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നീട് വരുന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ശേഷം അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, പിന്നീട് വരുന്നത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, പിന്നീട് വരുന്നത് സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, പിന്നീട് അബു അബ്ദുറഹ്മാൻ ഹബീബി സുല്ലമി, പിന്നീട് വരുന്നത് ഇമാം ആസിമുൽ കൂഫി എന്നിവരാണ്. അവസാനം ഹഫ്സ് ബിൻ സുലൈമാൻ. ഇതോടുകൂടെ നമ്മുടെ ചോദ്യങ്ങൾ അവസാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.